ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലോ. ആ പഠിച്ചത് വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ ഇത് അതിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ്റെ നമ്പറൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിനകത്ത് സെയിൽസ് ഓഫ് 2 കമ്പനീസ് ഇൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 കമ്പനികളുടെ സെയിൽസ് ലക്ഷത്തിലാണ് തന്നിട്ടുള്ളത്. വർഷം 2014, 15 and 16. ദെൻ കമ്പനി എ, അതിന്റെ സെയിൽസ് 30, 42 and 65. ഓക്കെ, കമ്പനി ബി 40, 60 and 70. ഇതാണ് 3 വർഷത്തെ കമ്പനി എയുടെയും കമ്പനി ബിയുടെയും സെയിൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് സെയിൽ ഓഫ് കമ്പനി ബി in 2015 out of its total sales during the period. Okay, എന്താണ് ചോദ്യം പറഞ്ഞത്? ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് സെയിൽസ്. നമ്മൾ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എന്താണ് നോക്കാം. എന്താണ് വേണ്ടത്? ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് സെയിൽ. നമുക്കറിയേണ്ടത് പെർസെൻറ്റേജ് സെയിൽ ആണ്. എന്തിന്റെ? ഓഫ് കമ്പനി ബി ഇൻ 2015, കമ്പനി ബി ഇൻ 2015. ഓക്കെ, ദെൻ ഔട്ട് ഓഫ് ഇറ്റ്സ് ടോട്ടൽ സെയിൽസ് ഡ്യൂറിംഗ് ദ പീരിയഡ്. ആ കമ്പനിയുടെ തന്നിരിക്കുന്ന പീരിയഡുകളിലുള്ള ടോട്ടൽ സെയിൽസിൽ 2015 സെയിൽ എത്ര പെർസെൻറ്റേജ് ആയിട്ട് വരും? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, നിങ്ങൾ നേരത്തെ ചെയ്ത് പഠിച്ചാണല്ലോ. ഒന്ന് ആൻസർ ചെയ്യും. എങ്ങനെയാ ചെയ്യാം? ഓക്കെ, അപ്പൊ നമ്മൾ അറിയേണ്ടത് 60 എന്ന് പറയുന്ന സംഖ്യ ഓർ എ എന്ന് പറയുന്ന സംഖ്യ ടോട്ടൽ സെയിൽസ് 40 + 60 + 70 170. 170യുടെ എത്ര പെർസെൻറ്റേജ് ആണ്? നമ്മൾ പഠിച്ച രീതിയിലേക്ക് എത്തല്ലോ. എ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബി. ഓക്കെ, എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടുപിടിക്കാം? എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 100. ക്ലിയർ? ഓക്കെ, എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 100. ഓക്കെ, നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഞാനിത് വേഗം ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 35 സംതിങ് വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാ, സ്പീഡായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മുടെ രണ്ടാമത്തെ കേസാണ്. അത് നമ്മൾ പറയും. ഇപ്പൊ നിങ്ങൾ എന്ത് നോക്കാം? 60 ഡിവൈഡഡ് ബൈ 170 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം? ഉത്തരം കിട്ടണം. ചെയ്ത് പഠിച്ചോളൂ. ഓക്കെ, നമ്മളിങ്ങനെ വെട്ടിപ്പോവും. അപ്പൊ എങ്ങനെ ചെയ്യും? 600 ഡിവൈഡഡ് ബൈ 17 ഒന്നും ചെയ്തില്ലെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, 3 51 9 0 വരുമ്പോൾ 5 85 then 5.2 then 34 etc. ഓക്കെ, ഏകദേശം 35.29 വരും. നിങ്ങൾ കൂടുതലായിട്ടൊന്നും പോകരുത്, കാരണം ഓപ്ഷൻസ് നമുക്ക് തരും. ഓപ്ഷൻസിനകത്ത് 35 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 35നോട് അടുത്തൊരു സംഖ്യ ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ അത് ടിക്ക് ചെയ്യാം. കൂടുതലായിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂസ് കണ്ടാൽ മതി. ക്ലിയർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാൻ സ്പീഡില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊന്നും എന്ത് ചെയ്യണ്ട, ഭയങ്കരമായിട്ട് പോകുന്നു വേണ്ട. നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഏകദേശം അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൻസർ ഉണ്ട് ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയേണ്ട ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വന്നത്? ഫൈൻഡ് ഔട്ട് ദ പെർസെൻറ്റേജ് സെയിൽ ഓഫ് കമ്പനി ബി ഇൻ 2015 ഔട്ട് ഓഫ് ഇറ്റ്സ് ടോട്ടൽ സെയിൽസ് ഡ്യൂറിംഗ് ദി പീരിയഡ്. നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മുടെ ഫോർമാറ്റിലേക്ക് എത്തിച്ചു. എങ്ങനെയാണ് നമ്മുടെ ഫോർമാറ്റിലേക്ക്? എ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബി എന്ന് കിട്ടി. എ എന്ന് പറഞ്ഞാൽ 60 ആണ്. സോ 60 ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് എന്താണ്? 170 ആണ്. സോ ദ ആൻസർ ഈസ് 35%. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെയിൽ ഓഫ് കമ്പനി എ, സെയിൽ ഓഫ് കമ്പനി എ in 2016 is what percentage of sale of company
A, sale of company A in 2016, sorry 2014. Okay, sale of company A in 2016 is what percentage of company, sorry, what percentage of sale of company A in 2014? Okay, നമുക്ക് അറിയേണ്ടത് A is what percentage of B. Okay, A is what percentage of B. Again, very clear. So, sale of company A in 2016 ആണ് നമ്മുടെ sale of company A 2016 ആണ് നമ്മുടെ A. So, A is equal to 65. Then, sale of company A in 2014. Company A തന്നെയാണ്. Year എന്താണ് 2014 ആണ്. അതാണ് നമ്മുടെ B. So, 65 is what percentage of 30? 65 is what percentage of 30? Again, very simple. It is what is 65 divided by 30 into 100 is equal to, which is almost 220. Almost 216 something. Okay. എന്താ വരിക? Again, ചോദ്യം ഇത് തന്നെയാണ്. Sale of company A in 2016 is what percentage of sale of company A in 2014? നമുക്കറിയണ്ടേ A B ഫോർമാറ്റിലേക്ക് എത്തി. A എന്താണ്? കമ്പനി എയുടെ 2016 സെയിലാണ്. B എന്താണ്? കമ്പനി എയുടെ 2014 സെയിലാണ്. സോ A is what percentage of B എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം അറിയാം. എന്താണ്? A divided by B into 100 which is equal to 216%. Okay. So next, find out the growth rate of, find out the growth rate, find out the growth rate of company B from 2014 to 2016. Okay, so what is the next question? Find out the growth rate. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗ്രോത്തും ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡിഫറൻസ് ആണ്. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ്. സോ നമുക്കറിയേണ്ടത് പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ്. ഫൈൻഡ് ഔട്ട് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ബി. ആരുടേതാണ്? കമ്പനി ബിയുടേതാണ് അറിയേണ്ടത്. ഫ്രം 2014 ടു 2016. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, 2014 മുതൽ 2016 വരെ ഉണ്ടായ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? ക്ലിയർ? 2014 മുതൽ 2016 വരെ ഉണ്ടായ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? ഇപ്പൊ ഇവിടെ ഒരു കാര്യം കിടക്കുന്നുണ്ട്. 2014 2015 60ആയി, 2015 16 ആയപ്പോഴത്തേക്ക് 70ആയി. പക്ഷെ ഇങ്ങനെ ഒരു ഹോൾ പീരിയഡിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ എടുക്കേണ്ട എന്തേ ഉള്ളൂ? ദിസ് ആൻഡ് ദിസ്. നമ്മൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഗ്രോത്ത് റേറ്റ് നമ്മൾ വേറൊരു പേര് കൂടെ പറഞ്ഞിരുന്നു, ചേഞ്ച് പെർസെന്റേജ് എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെ അത് കാണാന്ന് പറഞ്ഞത്? സോ ദ ഇക്വേഷൻ ഈസ് y minus x divided by x into 100. എങ്ങനെയാണ്? y minus x divided by x into 100. എക്സും വൈയും നമ്മൾ നോക്കുമ്പോൾ ആദ്യമുള്ളത് എക്സും രണ്ടാമത് വരുന്നത് വൈയും ആണ്. സെയിം. ആദ്യമുള്ളത് എന്താണ്? ആദ്യത്തെ വർഷം എക്സ് ആണ്, രണ്ടാമത്തെ വർഷം വൈ ആണ്. സോ ദ ആൻസർ വുഡ് ബി 70 minus 40 divided by 40 into 100. So the answer is 30 into 2.5 is equal to 75. Okay? Ready? So, ഒന്നും കൂടെ പറയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, കമ്പനി ബിയുടെ 2014 മുതൽ 2016 വരെയുള്ള സെയിൽസിന്റെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന ചോദ്യം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം സെയിൽസ് വന്നിട്ടുള്ള 2014 40 ആയിരുന്നു, 2016 ആയപ്പോഴത്തേക്ക് അത് എത്രയായി? 70 മാറി. ഓക്കെ, അപ്പൊ എത്ര ചേഞ്ച് അതിൽ വന്നിട്ടുണ്ട്? ഈ വർഷത്തെ അപേക്ഷിച്ച് എത്ര മാറ്റം 2016 ആയപ്പോഴത്തേക്ക് ആ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്? ഓക്കെ, അപ്പൊ ചോദ്യത്തിന് നമ്മുടെ ഉത്തരം എങ്ങനെയാണ്?
y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 100. ഗ്രോത്ത് റേറ്റ് ചോദിച്ചാൽ എപ്പോഴും എന്താണ് y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 100. ഏതാണ് എക്സ് ആയിട്ട് എടുക്കുക? ആദ്യമുള്ള സംഖ്യ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും, ഓർ ഫസ്റ്റ് ഇയർ ബേസ് ഇയറിൽ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. ദെൻ കറണ്ട് ഇയർ അല്ലെങ്കിൽ ഏത് വർഷത്തേക്ക് ഉള്ള ഗ്രോത്ത് ആണോ ചോദിച്ചത് അതിന് നമ്മൾ എന്ത് പറയും? y ആയിട്ട് എടുക്കും. ക്ലിയർ? സോ y മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 100. സോ ഹിയർ 70 മൈനസ് 40 ഇൻറ്റു 70 മൈനസ് 40 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100. ഇനി ഇത് എങ്ങനെ 2.5 ആണെന്ന് ചോദിക്കരുത്. 100ന് 40 ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 2.5. ഓക്കെ, റെഡി ആണല്ലോ? അപ്പം അത്രയും ഓർത്ത് വെക്കാം. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വീഡിയോയുടെ ലെങ്ത് വല്ലാതെ ആയി പോകുന്നുണ്ട് എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആക്കുന്നത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ഇയർ company B's growth rate is maximum. In which year company B's growth rate is maximum? Okay, ചോദ്യം എന്താണ്? ഏത് വർഷത്തിലാണ് കമ്പനി ബിയുടെ വളർച്ച നിരക്ക് കൂടുതലായിട്ടുള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് എന്ന് പറയുന്നത് 2014, 15, 16 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 2014 വളർച്ചയില്ല. കാരണം എന്താണ്? 2013 വാല്യൂ നമുക്കറിയില്ല അല്ലേ? 2013 45 ആയിരുന്നു, 30 ആയിരുന്നു അറിയാതെ നമുക്ക് വളർച്ച പറയാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് ആകെ വളർച്ച പറയാൻ പറ്റുന്ന എന്തേ ഉള്ളൂ? 2 വർഷത്തേ ഉള്ളൂ. 2015 2016. ക്ലിയർ? 2015 വളർന്നിട്ടുണ്ട്. എന്താണ് വളർച്ച? 40 60 മാറിയിട്ടുണ്ട്. ഓക്കെ, ഇൻക്രീസ് ഉണ്ട്. ദെൻ 60 നിന്ന് 70 മാറിയിട്ടുണ്ട്. ഏത്? 2016 ആയപ്പോൾ അവിടെ വേണ്ടുണ്ട് ഇൻക്രീസ് ഉണ്ട്. സോ ഏത് വർഷത്തിലാണ് ഗ്രോത്ത് റേറ്റ് കൂടുതൽ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ 2 വർഷത്തിലും കാണണം. 2015 ഗ്രോത്ത് റേറ്റ് എങ്ങനെ കാണാം? 60 മൈനസ് 40 ബൈ 40 ഇൻറ്റു 100 ഈക്വൽ ടു 50%. 2016 എങ്ങനെ നമ്മൾ കാണാം? 70 മൈനസ് 40 ആണോ 60 ആണോ? ഓക്കെ, 60 ആവും അല്ലേ? കാരണം എന്താണ്? നമ്മൾ നോക്കുന്നത് 2015 2016 എന്ത് മാറ്റം വന്നു എന്നാണ്. ബൈ 60 ഇൻറ്റു 100 is equal to, which is almost 16.67. അപ്പൊ നമുക്ക് 2 വർഷത്തെ ഗ്രോത്ത് റേറ്റ് കിട്ടി. എന്താണ്? 2015 50% ആണ്. 2016 2016 വന്നപ്പോൾ എത്രയാണ്? 16.7 ആണ്. ഓക്കെ, ഈ ഗ്രോത്ത് റേറ്റ് നമ്മൾ കാണുമ്പോൾ ഇത്രയ്ക്കും എലാബറേറ്റ് ആയിട്ട് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തണമെന്നില്ല. അതിനാണ് നമ്മൾ രണ്ടാമത്തെ കുറേ വർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും ആൻസർ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ഏത് വരെ ചെയ്യുള്ളൂ? നമ്മൾ ഇനി ഇങ്ങനെ എഴുതൊന്നുമില്ല കേട്ടോ. എക്സാമിൽ നമ്മൾ എന്ത് മാത്രമേ എഴുതുള്ളൂ? 2015. ഓക്കെ, 2015 വരുമ്പോൾ 40 60 20 ഡിഫറൻസ് 20 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 100. ഇങ്ങനെ എക്സ് മൈനസ് വൈ എന്നൊന്നും എഴുതില്ല കേട്ടോ. മനസ്സിലായല്ലോ? ഈ ഇൻറ്റു 100 നമ്മൾ തൽക്കാലത്തേക്ക് എഴുതില്ല. കാരണം എല്ലാത്തിനും കോമൺ ആയിട്ട് 100 ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എഴുതൂല. ദെൻ 2016 60 70 മാറ്റം 10 ബൈ ബേസ് ഇയർ 60 ഇത്ര എഴുതുള്ളൂ. ദെൻ സോ നമുക്ക് ഇത്ര 2/4 which is 1/2. ദെൻ 1/6. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? നോമിനേറ്റർ എല്ലാം സെയിം ആയിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതായിരിക്കും. ബിഗ്. ഓക്കെ, സോ വിച്ച് ഇയേഴ്സ് ഗ്രോത്ത് ഈസ് ഹയർ? 2015. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, മനസ്സിലായില്ലേ? സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ വരും. അതിന്റെ മുന്നേ റേഷ്യോസിന്റെ ഒരു ചെറിയ പാർട്ടും കൂടെ, അതും കൂടെ വന്നാൽ നമ്മുടെ ഏത് ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ.